എല്ലാവർക്കും നമസ്കാരം. പ്രോവേർബ്സ് അല്ലെങ്കിൽ സദൃശ്യവാക്യം 23:6 പറയുന്നു, കണ്ണുകടിയുള്ളവൻ്റെ അപ്പം തിന്നരുത്. പിന്നെ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ പറയുകയാണ്, നീ തിന്ന കഷ്ണം ഛർദ്ദിച്ചു പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ കണ്ണുകടിയുള്ളവൻ്റെ അപ്പം നീ തിന്നരുത്. ഇനി നീ അത് തിന്നാൽ എന്താണ്, അത് നീ ഛർദ്ദിച്ച കഷ്ണം തന്നെ നീ ഛർദ്ദിച്ചു കളയുമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൈവിഷത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് എഴുതിയിരിക്കുന്നത് ആരാണ്, ഈ പ്രോവേർബ്സ് എഴുതിയിരിക്കുന്നത് ആരാണ്? എഴുതിയിരിക്കുന്നത് നമ്മുടെ കിങ് സോളമൻ അല്ലേ, ശലോമോൻ രാജാവാണ് എഴുതിയിരിക്കുന്നത്. ശലോമോൻ രാജാവ് ആരാണെന്ന് നമ്മൾക്കറിയാം, ദാവീദിൻ്റെ മകനാണ് അല്ലേ, ദാവീദിൻ്റെ മകനായ ശലോമോൻ രാജാവ്. അപ്പോൾ ഈ ശലോമോൻ രാജാവിനെ അഭിഷേകം ചെയ്തത് ആരാ? ദൈവമാണ് അഭിഷേകം ചെയ്തത് അല്ലേ. ദൈവത്തിൻ്റെ കൃപയുള്ളൊരു മനുഷ്യനായിരുന്നു ശലോമോൻ രാജാവ്. എന്നിട്ട് ഈ ശലോമോൻ രാജാവ് ദൈവത്തോട് ചോദിച്ചത് എന്താണ്? നീ എന്തെങ്കിലും എന്നോട് ചോദിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചത് എന്താണ്? ചോദിച്ചത്, കർത്താവേ, അങ്ങയുടെ ജനത്തെ ഭരിക്കുവാൻ ആവശ്യമായ ജ്ഞാനം എനിക്ക് തരണമേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശലോമോൻ രാജാവിന് ദൈവം എന്ത് കൊടുത്തു? ജ്ഞാനം കൊടുത്തു. അപ്പോൾ ശലോമോൻ രാജാവിനെ കഴിഞ്ഞും ജ്ഞാനം കൊടുത്ത വേറെ ആരുമില്ല എന്നാണ് വിശുദ്ധ ബൈബിളിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ പ്രോവേർബ്സിനകത്ത് ഈ ശലോമോൻ രാജാവ് എഴുതിയത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പഠിച്ച പാഠങ്ങളാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഈ ശലോമോൻ രാജാവിൻ്റെ ചരിത്രം അറിയാം. അദ്ദേഹത്തോട് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു അല്ലേ. എന്ന് വെച്ചാൽ ഇസ്രയേലിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടും ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം മിസ്രൈമിൽ നിന്ന് വരെ ഭാര്യമാരെ എടുത്തു അല്ലേ. അനേകം ഭാര്യമാരെ എടുത്തതൊക്കെ ജാതികളിൽ നിന്ന് എടുക്കുവാനായിട്ടിടയായി. എന്ന് വെച്ചാൽ അന്നത്തെ ഇസ്രായേൽ മക്കൾക്ക് വിവാഹം കഴിക്കുവാൻ പാടില്ലാത്ത ആൾക്കാരെയൊക്കെ വിവാഹം കഴിച്ചു ഇദ്ദേഹം അല്ലേ. എന്നിട്ട് ഇദ്ദേഹം വിവാഹം കഴിച്ചതോടെ എന്ത് സംഭവിച്ചു? ഇദ്ദേഹത്തിൻ്റെ ഒരു തകർച്ചയുടെ ആരംഭം അവിടെ തുടങ്ങിയെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, സ്ത്രീകളോടുള്ള അട്രാക്ഷൻ അതെന്തുകൊണ്ടാണ് വന്നത്? ഇദ്ദേഹത്തെ വശീകരിക്കുക ചെയ്തത്. കാരണം ഇദ്ദേഹം സുന്ദരനായ നല്ല ജ്ഞാനമുള്ള അതും ശ്രേഷ്ഠമായ ഇസ്രായേലിൻ്റെ രാജാവാണ്. അപ്പോൾ ഇദ്ദേഹത്തെ സ്വന്തമാക്കുവാൻ എന്താണ്, ഈ സ്ത്രീകൾക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? അദ്ദേഹത്തെ വശീകരിച്ചെടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വശീകരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് പലതും ഇവർ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കൈവിഷം എന്ന് പറയുന്നതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചത് ഡേഞ്ചറാണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ മറ്റൊരു സൈഡാണ് എന്ത്, ഈ വശീകരണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ചില വ്യക്തികളെ വശീകരിക്കുവാൻ വേണ്ടി ഈ പൈശാചിക ശക്തികളെ കൂട്ടുപിടിച്ചും അവരുടെ ഉള്ളിൽ എന്ത് കൊടുക്കും? കൈവിഷം കൊടുക്കും. അപ്പോൾ ഈ കൈവിഷം കൊടുത്തു കഴിയുമ്പോൾ എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റും ഞാൻ കണ്ടിരുന്നു. എന്താണ്, ഒരു സഹോദരനാണോ സഹോദരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവരെഴുതിയിട്ടുണ്ടായിരുന്നു ഇത് വശീകരിക്കും. സത്യമാണ്, ഇത് വശീകരിക്കുന്നത് തന്നെയാണ്. എന്ന് വെച്ചാൽ കൈവിഷം കൊടുത്ത വ്യക്തി ആരാണോ, ഏത് വ്യക്തിയാണോ കഴിച്ചത്, ആ വ്യക്തി എന്ത് ചെയ്യും? ഈ കൈവിഷം കൊടുത്ത ആൾക്കൊരു എന്തായിത്തീരും? ഒരു അടിമയെ പോലെ ആയിത്തീരും. അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും. അവർ പറയുന്നത് എന്ത് കണ്ണുമടച്ച് വിശ്വസിക്കും. അവർ പറയുന്നത് മാത്രമേ ചെയ്യത്തുള്ളൂ എന്നുള്ള ഒരു അടിമത്ത മനോഭാവം ആർക്കുണ്ടാകും? ഈ കൈവിഷം ഉള്ളിൽ ചെന്ന വ്യക്തിക്ക് ഉണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു. അവൾ വിശ്വാസിയല്ല, അവൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരിയായിരുന്നു. അപ്പോൾ ഇവളുടെ ഒരു പ്രേമ വിവാഹമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പ്രേമ വിവാഹത്തിൽ ഇവർ കല്യാണം കഴിഞ്ഞ് നല്ല സന്തോഷമായിട്ട് ഇവർ ജീവിക്കുന്നു. അപ്പോൾ ജീവിച്ചപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരിയാണ്, ഒരു കൂട്ടുകാരത്തിയാണ്. ഓക്കെ, അപ്പോൾ ഇവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. എന്നിട്ട് സന്തോഷമായിട്ട് ജീവിച്ചിട്ട് ഈ പുള്ളിക്കാരൻ എങ്ങോട്ട് പോയി? ഗൾഫിലോട്ട് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ പുള്ളിക്കാരത്തിയുടെ അടുത്തോട്ട് തന്നെയാണ് വന്നത്. ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മയെ കാണുവാനായിട്ട് പോയി. അപ്പോൾ അമ്മ നോക്കുമ്പോൾ മകൻ ദുബൈയിൽ നിന്ന് നേരെ വന്നത് എങ്ങോട്ടാണ് വന്നത്? ഭാര്യയുടെ അടുത്തോട്ടാണ് വന്നത്. അവൻ അമ്മയുടെ അടുത്തോട്ടല്ല വന്നത്. അപ്പോൾ അമ്മയ്ക്ക് അവിടെ ആകെ വിഷയമായി. അമ്മയ്ക്ക് ഭയങ്കര അസൂയായി. അമ്മ എന്ത് ചെയ്തു? അമ്മ വേഗം ആരുടെയോ അടുത്ത് പോയിട്ട് ഒരു കൈവിഷം കലക്കി കൊടുത്തു. പിന്നെ മകൻ എന്താ ചെയ്യുന്നത്? മകൻ അവിടുന്ന് വരുന്നില്ല. പിന്നെ ഭാര്യയും കുഞ്ഞിനെയും വേണ്ട, അവരുടെ അടുത്തോട്ട് വരുന്നില്ല. അങ്ങനെ ഭയങ്കര സിറ്റുവേഷൻ ആയിരുന്നു. എന്നിട്ട് ഈ പുള്ളിക്കാരത്തെ എന്ത് ചെയ്തെന്നറിയുമ്പോൾ എന്തൊക്കെയോ റീസൺ പറഞ്ഞ് ഈ ഭർത്താവിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഈ പുള്ളിക്കാരത്തെ എന്ത് ചെയ്തു? വേറെ ഏതോ ഒരു ജോത്സ്യൻ്റെ അടുത്ത് എങ്ങാണ്ട് പോയിട്ട് എന്തോ ഒരു പൊടി കലക്കി ഇദ്ദേഹത്തിന് കൊടുത്തു. ഇദ്ദേഹം എന്ത് ചെയ്തു? അത് അപ്പോൾ തന്നെ വൊമിറ്റ് ചെയ്തതിന് ശേഷം എന്താണ്, പിന്നെ ഭാര്യയുടെ അടുത്തുനിന്ന് പോകുന്നില്ല. പിന്നെ ഭാര്യയുടെ അടുത്ത് നല്ല അവർ ആദ്യത്തെ പോലെ തന്നെ സന്തോഷകരമായ ജീവിതം അവർ നയിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ കൈവിഷം എന്ന് പറയുന്നത്
നമ്മളെ തകർക്കുന്നത് മാത്രമല്ല, അതെന്താണ്, അത് നമ്മളെ വശീകരിക്കുക കൂടി ചെയ്യുന്നു. അതുകൂടാതെ എന്താണ്, അത് നമ്മളെ അടിമകളാക്കുകയും കൂടി ചെയ്യുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കാരണം ഇത് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരത്തിൻ്റെ, അപ്പം ഞങ്ങളന്ന് കോൺവെൻറ്റിലാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരത്തിയുടെ വീട്ടിലോട്ട് ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ, കോൺവെൻറ്റിലുള്ള പിള്ളേരെല്ലാവരും കൂടെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആ ക്ലാസ്സിലുള്ള 7ാം ക്ലാസ്സിലുള്ള എല്ലാവരും കൂടെ എന്ത് ചെയ്തു, ഈ കൂട്ടുകാരത്തിൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക്, അന്ന് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനാണ് എൻ്റെ ക്ലാസ്സിൽ ഞാനാണ് ഫസ്റ്റ് റാങ്ക് എനിക്കാണ്. എല്ലാത്തിനും കഥാപ്രസംഗം, ഡാൻസ്, പാട്ട് തുടങ്ങി മാർഗ്ഗംകളി, ഒപ്പന തുടങ്ങി സകല എണ്ണത്തിനും ഫസ്റ്റ് എനിക്കും എൻ്റെ ടീമിനുമായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പഠനത്തിനും ഫസ്റ്റ് റാങ്ക്. ഓക്കെ, അങ്ങനെ എല്ലാ വിധത്തിലും ഞാനിങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അന്നേരം ഇവരുടെ വീട്ടിൽ പോയപ്പം എല്ലാവർക്കും ഇവർ ഭക്ഷണം ഇങ്ങനെ നിരത്തി വെച്ചു. അപ്പവും ഇറച്ചിയാണ് കൊടുക്കുന്നത്. പള്ളിപ്പെരുന്നാളാണ്. അപ്പോൾ ഞങ്ങൾ പ്രദക്ഷിണത്തിന് പോകുന്നതിന് മുൻപ് അതിന് അടുത്തുള്ള ഈ കൂട്ടുകാരത്തിൻ്റെ വീട്ടിൽ പോയതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആ കൂട്ടുകാരത്തിൽ കുറേ മുൻപേ ഞങ്ങളെ വിളിച്ചു, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അപ്പവും ഇറച്ചിയും ഒക്കെ കൊടുത്തു. അപ്പോൾ എനിക്ക് മാത്രം തന്നപ്പോൾ ഈ പുള്ളിക്കാരത്തിൻ്റെ അമ്മ എന്ത് ചെയ്തു, മമ്മി എനിക്ക്, അവർ ക്രിസ്ത്യൻ തന്നെയാണ് കേട്ടോ, അവരെന്ത് ചെയ്തു, എനിക്കിങ്ങനെ വേറൊരു പാത്രം ഇങ്ങനെ തന്നു. ഒരു പ്രത്യേകമായിട്ടൊരു പാത്രത്തിൽ ഇങ്ങനെ എനിക്ക് ഇത് സിമിക്ക് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് എനിക്ക് തന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടായിരിക്കും എന്ന് കരുതി ഞാൻ അതൊക്കെ മേടിച്ചങ്ങ് കഴിച്ചു. പിന്നെ അതിനകത്ത് നിൽക്കുമ്പോഴൊന്നും എന്താ പറയുക, ഞങ്ങൾക്ക് അന്ന് ഈ കൈവിഷം, മന്ത്രവാദം, കൂടോത്രം ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടല്ലോ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കൊക്കെ എന്തറിയാനും ഒന്നും അറിഞ്ഞുകൂടാ. നല്ല സുന്ദരമായിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു പോന്നു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചെന്നറിയുമ്പോൾ, എനിക്ക് പഠനത്തിലൊക്കെ അങ്ങ് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാതായിപ്പോയി. അപ്പോൾ ഈ കൂട്ടുകാരിയുമായിട്ട് ഞാൻ പിന്നെ ഭയങ്കര കൂട്ടും. എനിക്കൊരു ഇൻട്രസ്റ്റ്, ഇവിടെ വലിയൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾക്കറിയാം, സാധാരണ അന്നത്തെ നമ്മളുടെയൊക്കെ ഒരു വിശ്വാസ ജീവിതത്തിന് മുൻപേ, ഇന്നും അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളുടെ ഈ പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും പഠിക്കുന്ന കുട്ടികളോടെ കൂട്ടുകൂടത്തുള്ളൂ അല്ലേ, അല്ലാത്തവരോട് അങ്ങനെ വലിയ കൂട്ടുകൂടത്തില്ല. കാരണം പഠിക്കുന്നവരെപ്പോഴും പഠിക്കുന്ന കുട്ടികളോടെ കൂട്ടുകൂടുന്നത്. അപ്പോൾ ആ ഒരു സ്വഭാവം എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവളെ വലിയ മൈൻഡ് ആക്കാത്തതായിരുന്നു. എന്നാൽ ഇതിനുശേഷം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരത്തി ഇവളായിട്ട് മാറി. എൻ്റെ പഠനത്തിൽ ഞാൻ പുറകോട്ട് പോയി. എന്നാലും 8ലും 9ലും ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോഴും ഫസ്റ്റ് റാങ്ക് എനിക്ക് തന്നെ. പക്ഷേ ഞാൻ ഒത്തിരി സ്ട്രഗിൾ പഠിക്കുവാൻ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു. എൻ്റെ ടോട്ടൽ മാർക്ക് വളരെ കുറവാകുന്നു. ഫസ്റ്റ് റാങ്ക് ഉണ്ടെങ്കിലും മാർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിനെ കഴിഞ്ഞൊക്കെ കുറവാകുന്നു. പിന്നെ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ കൂട്ടുകാരത്തിയിലുമായി. പിന്നെ ഡാൻസ്, പാട്ട് ഇതിലോട്ടൊക്കെ അങ്ങ് ശ്രദ്ധ പോയി. പിന്നെ ഞാൻ പതുക്കെ ഉഴപ്പാൻ തുടങ്ങിയെന്ന് വെച്ചാൽ നിലം പരിചായി എന്നല്ല, എന്നാലും എൻ്റെ ആ ഒരു പഠനത്തിലുള്ള ആ ഒരു ഇതൊക്കെ അങ്ങ് പോയി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാനതൊക്കെ അങ്ങ് വിട്ടു. ഞാൻ വിചാരിച്ചു ഞാൻ ഉഴപ്പിയൊക്കെ അങ്ങ് പോയി എന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാവരും എന്നോട് പറയും, 7ാം ക്ലാസ് വരെ എങ്ങനെ പഠിച്ചു വന്ന കൊച്ച, ഇപ്പോൾ അവളാണ്ട് ഉഴപ്പി പോകുന്നതെന്നൊക്കെ ടീച്ചേഴ്സും ഞങ്ങളുടെ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സും ഒക്കെ പറയുമായിരുന്നു. അപ്പോൾ അന്നൊന്നും എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്നറിയുമോ, എന്നെ അറിയുമോ കൂടി ഇല്ലാത്തൊരു പാസ്റ്ററിനെ അടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഞാനും ഒരു ആൻറ്റിയും കൂടെ പോയി. അപ്പോൾ ഈ വിഷയമൊക്കെ 7ാം ക്ലാസ്സിലത്തെ സംഭവമല്ലേ, നമ്മളതൊക്കെ മറന്നേ പോയി, എപ്പോഴേ മണ്ണടിഞ്ഞു പോയ വിഷയമാണത്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇദ്ദേഹം കുറേ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇദ്ദേഹം ഒത്തിരി നല്ല കൃപയുള്ള പാസ്റ്ററായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നാവിൽ എപ്പോഴും ഈ അവിടെ ഒരു ഫാസ്റ്റിംഗ് പ്രയറൊക്കെ നടന്ന് കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ എൻ്റെ നാവിൽ ഈ ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോഴെല്ലാം കുരു വരും. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയമാണ്. ഈ ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോഴെല്ലാം നാവിൽ കുരു വരും. അപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണ കുരു വരുന്നത് പോലെയല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതങ്ങ് പോകുന്നില്ല എനിക്ക്. എന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ് തീർന്നു കഴിഞ്ഞിട്ട് ഈ കുരു എൻ്റെ വായിൽ നിന്ന് പോകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ വിഷയം അറിയാമല്ലോ, നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ആരാധിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരും. വാ തുറക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വരും. ഓക്കെ, അങ്ങനെ എനിക്ക് ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു അത്. ഓക്കെ, അതിന് ക്ലിനിക്കലി വേറെ ആൾക്കാർ പറയും അത് ബോഡി ഹീറ്റായിട്ട്, അതൊക്കെ സത്യമാണ്. അതൊക്കെ എനിക്ക് വല്ലപ്പോഴും ഒക്കെ വരാറുള്ളതാണ്. വായിക്കകത്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾക്കറിയാം അത് കുറച്ച് ദിവസം കൊണ്ട് പോകും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കറക്റ്റ് ഫാസ്റ്റിങ്ങിൻ്റെ പീക്ക് ടൈമിൽ തുടങ്ങി ഇത് ഫാസ്റ്റിങ് തീർന്നു കഴിഞ്ഞിട്ട് ഇത് തീരത്തുള്ളൂ. ഓക്കെ, അതെനിക്ക് വാ തുറക്കാൻ പോലും പറ്റാത്തൊരു വല്ലാത്ത സിറ്റുവേഷൻ അത്. ഓക്കെ, അതെനിക്കറിയാം അതിൻ്റെ കാഠിന്യം എത്രയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ദേവദാസൻ അതൊക്കെ വെളിപ്പെട്ടു കേട്ടോ. പുള്ളി പറഞ്ഞ ആർക്കായി, ഞാനൊരു ആൻറ്റി ഉണ്ടല്ലോ, അപ്പോൾ ആർക്കായി വായിൽ കുരു പുണ്ണിങ്ങനെ എന്ന് വെച്ചാൽ വായിൽ നാക്കിൽ കുരു വരുന്നത്, ഞാൻ പറഞ്ഞു എനിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് ശാസിച്ചു. അപ്പോൾ അതിനുശേഷം എനിക്ക് പിന്നെ ഒരിക്കലും അത് വന്നിട്ടില്ല, ആ നാക്കിൽ ആ കുരു എനിക്ക് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ അങ്ങനെ ഒരു നല്ല കൃപയുള്ളൊരു ദേവദാസന. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ വയറ്റിൽ കൈവിഷം കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ കൈവിഷം കിടപ്പുണ്ട്, നിൻ്റെ വയറ്റിൽ കിടപ്പുണ്ട്, അത് ഞാൻ പ്രാർത്ഥിക്കാം, ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഞാൻ വൊമിറ്റ് ചെയ്തൊന്നും ഇല്ലെങ്കിലും എനിക്കെന്തോ ഭയങ്കര നല്ല റിലീഫായത് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തതെന്നറിയാം, ഇദ്ദേഹം എന്നോട് കറക്റ്റ് ഇൻസിഡൻറ്റ് പറഞ്ഞു. എന്നോട് ചോദിച്ചു, നീ എവിടെ നിന്ന് അപ്പം ഉറച്ച് കഴിച്ചത്? ഞാൻ പറഞ്ഞു, അത് ഞങ്ങളുടെ ക്രിസ്ത്യൻ വീടുകളിലെല്ലാം ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അല്ലല്ല, 7ാം ക്ലാസ്സിൽ നിന്ന് നീ ഒരു കൂട്ടുകാരത്തെ
ഇന്നലെ വീട്ടിൽ പോയിട്ട് നീ അപ്പം ഇറച്ചി കഴിച്ചിരുന്നു എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ എനിക്കത് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല. പിന്നെ കുറച്ച് നേരം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നപോലെ ഒരു കൂട്ടുകാരത്തിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെയാണ് നിൻ്റെ വയറ്റിനകത്ത് ഇത് സംഭവം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഓർക്കുക, ഞാൻ പെന്തക്കോസ്ത വിശ്വാസത്തിൽ വന്ന് 2-3 സ്നാനപ്പെട്ടും ഒറ്റ മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു നവംബറിലാണ് സ്നാനപ്പെടുന്നതും ഡിസംബറിൽ ഞാൻ അഭിഷേകം പ്രാപിച്ചു. ഇതെല്ലാം ചെയ്തു, എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഒരു ഏപ്രിൽ മെയ്യിൽ ഉപവാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മെയ് ലാസ്റ്റാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. എന്താണ്, ഞാൻ അഭിഷേകം പ്രാപിച്ചതാണ്. എന്നിട്ടും എന്തുണ്ടായിരുന്നു, എൻ്റെ ഉള്ളിൽ എന്ത് കിടപ്പുണ്ടോ, ഈ കൈവശം കിടപ്പുണ്ട്, അത് അദ്ദേഹത്തിന് വെളിപ്പെട്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പ്രാർത്ഥിച്ചു. അത് ഛർദ്ദിച്ചൊന്നുമില്ലെങ്കിലും എനിക്ക് നല്ല റിലീഫായി എന്നും എനിക്ക് മനസ്സിലായി. എൻ്റെ വയറിനൊക്കെ നല്ലൊരു റിലീഫായി എന്നും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഇനി അടിയിൽ ചിലർ കമൻറ്റ് ഇട്ടിട്ട് ഇന്ന വ്യക്തിയായിരിക്കും കൈവിഷം തന്നത്, ഇന്ന വ്യക്തി എനിക്ക് തന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തികളൊന്നും ആയിരിക്കില്ല. കാരണം അത് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെ ചിരിച്ച് കളിച്ചു അവർ ഭയങ്കര സ്നേഹത്തോടെ ആയിരിക്കും വീട്ടിലോട്ട് വിളിക്കുന്നത്. പക്ഷേ അവർ നിങ്ങൾക്ക് എന്താണ്, അവരുടെ ഉള്ളിൽ നിങ്ങളോട് കണ്ണുകടിയുള്ളവരായിരിക്കും. ആണല്ലോ, ഈ കണ്ണുകടിയുള്ളവരാണല്ലോ നമ്മൾക്ക് എന്ത് തരുന്നത്, ഈ കൈവിഷം തരുന്നത്. നമ്മളെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അസൂയയും കണ്ണുകടിയും ഒക്കെ ഉള്ളവരാണല്ലോ നമ്മളെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നതും. അപ്പോൾ ഇത് വചനത്തിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വ്യക്തികളെ ടാർഗറ്റ് ചെയ്യണ്ട. അതാണ് പൗലോസ് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് നമ്മൾക്ക് പോരാട്ടമുള്ളത്? വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമാണ് നമ്മൾക്ക് പോരാട്ടമുള്ളത്. എന്ന് വെച്ചാൽ അതിനോട് നമ്മൾക്ക് പോരാട്ടമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് കുറേ കമൻറ്റുകൾ വന്നിട്ട് പറഞ്ഞു ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ഒരു ദൈവപൈതലിന് അതൊന്നും ഏക്കത്തില്ല, അങ്ങനെയൊന്നും പൈശാചിക ശക്തി നമ്മളെ അറ്റാക്ക് ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ. അങ്ങനെയാണെങ്കിൽ പൗലോസ് ഇങ്ങനെ എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? അല്ലേ? നമ്മൾക്ക് എന്ന് വെച്ചാൽ ഒരു ദൈവ പൈതലിന് എന്തുണ്ട്? എപ്പോഴും പോരാട്ടമുണ്ട്. അപ്പോൾ ഈ പൈശാചിക മണ്ഡലം വ്യക്തികളെ കരത്തിലെടുക്കും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തോടാണ് എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓർക്കുക, അതുകൊണ്ട് എന്ത് ചെയ്യും? ഇതില്ല എന്നൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരത്തില്ല. കാരണം ഞാൻ ഇതിൻ്റെ ഒരു വിക്റ്റിമായിരുന്നു. എനിക്കതുകൊണ്ട് അറിയാം ഇതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. ഇനി ചിലർ പറയും അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്കൊന്നും ഇത് ഏക്കത്തില്ല. അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾക്കറിയാം എത്രയോ സഭകളിൽ അഭിഷേകം പ്രാപിച്ച എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ചില ഫാസ്റ്റിംഗ് പ്രേയറുകൾക്കായിരിക്കും ചില കൈവിഷങ്ങൾ ഛർദ്ദിക്കുന്നത്, ചില വൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നത്. അതൊന്നും നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതിനൊക്കെ ഒരു ടൈമുണ്ട്. പിന്നെ അഭിഷേകത്തിൻ്റെ പുഷ്ടി നിമിത്തം നുകം തകരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അഭിഷേകത്തിൻ്റെ പുഷ്ടി നമ്മളുടെ ഉള്ളിൽ നിറയുന്നിടം വരെ ഈ നുകം അവിടെ കിടക്കും. പിന്നെ അത് അഴിഞ്ഞു പോകണമെങ്കിൽ ചുമ്മാ അഭിഷേകം പോരാ, അതിൻ്റെ അഭിഷേകത്തിൻ്റെ പുഷ്ടി ഉണ്ടാകണം. പുഷ്ടി എന്ന് പറഞ്ഞാൽ അഭിഷേകത്തിൻ്റെ നിറവ്, ശക്തമായ അഭിഷേകം ഉണ്ടാകണം. എന്നാലേ ഇത് തകർന്നു പോകത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണ്? അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വ്യക്തികളെ ടാർഗറ്റ് ചെയ്യരുത്. ഇന്ന വ്യക്തിയെ തന്നത് ഇന്ന വ്യക്തിയെ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത വ്യക്തിയായിരിക്കും. ചിലപ്പോൾ ഒരു വ്യക്തിക്ക് നമ്മളോട് ഭയങ്കര വൈരാഗ്യം ഉണ്ടായിരിക്കും, അവർ നമ്മളോട് വൈരാഗ്യം പ്രകടിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ആ വ്യക്തി ഒരിക്കലും നമ്മൾക്ക് ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊന്നും തരുന്ന ആളായിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ വ്യക്തികളെ ടാർഗറ്റ് ചെയ്യരുത്. ചിലർ വ്യക്തികളുടെയൊക്കെ പേര് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതും. അങ്ങനെയല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല. ചിലപ്പം നമ്മളോട് ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നവരായിരിക്കും. അതുകൊണ്ട് വ്യക്തികൾ നമ്മളുടെ മുൻപിൽ ഡസൻറ്റ് മാറ്റർ. വ്യക്തികൾ നമ്മളുടെ മുൻപിൽ ഒരു വിഷയമേ അല്ല. നമ്മളുടെ മുൻപിലത്തെ വിഷയം എന്താണ്? ആ വ്യക്തികളുടെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ ആ വ്യക്തികളെ ഫോക്കസ് ചെയ്യരുത് ഒരിക്കലും. കാരണം വ്യക്തികളോട് നമ്മൾക്ക് വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ട് വ്യക്തികളെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതും, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തെ വേണം നമ്മൾ ഫോക്കസ് ചെയ്യുവാനായിട്ട്. ഇനി ചിലർ പറയുന്നു അങ്ങനെയൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ആരാണ്? ഈ നമ്മുടെ ഗ്രേസ് മിനിസ്ട്രീസിലുള്ള എന്താ പറയുക ന്യൂ ജനറേഷൻ പാസ്റ്റേഴ്സാണ്. കുറേ പേരും അങ്ങനെയൊന്നുമില്ല, കൃപയുള്ളവന് കൃപ മാത്രം മതി, എങ്ങനെയാന്നൊക്കെ പറയും. അങ്ങനെയൊന്നും അല്ല കേട്ടോ. കാരണം ഈ പൈശാചിക മണ്ഡലവും അതിൻ്റെ പോരാട്ടവും എപ്പോഴും ഒരു ദൈവ പൈതലിനോടും അവൻ്റെ അവസാനം വരെ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ഉണർന്നിരിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കഴിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ വേറൊരാളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുത് എന്നൊന്നും അല്ല ഇതിനകത്ത് പറയുന്നത്. നമ്മൾ കഴിക്കുമ്പോൾ ഏത് ഭക്ഷണം ഇവിടുന്ന് സ്വന്തം വീട്ടിൽ നിന്ന് നമ്മളുടെ കൈകൊണ്ട് കുക്ക് ചെയ്തതാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചിട്ട് കഴിക്കണം. അതിന് 2 വശമുണ്ടെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഒന്നെന്താണ്, ഇതുപോലെയുള്ള എന്തെങ്കിലും കൈവിഷയങ്ങളുണ്ടെങ്കിൽ അത് നിർവീര്യമാകും. 2, ഫുഡ് പോയിസണിങ്ങിൽ നിന്നൊക്കെ ദൈവം നമ്മളെ രക്ഷിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടേ കഴിക്കാവുള്ളൂ. ഇനി ഓർക്കുക, ഇനി അടുത്തത് ചിലർ മക്കളുടെ വിഷയങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ചില കുട്ടികൾ പഠനത്തിൽ പുറകോട്ട് പോകുന്നത്. പിന്നെ ചില കുട്ടികൾ അവിഹിത ബന്ധങ്ങളിൽ, അതായത് നമ്മൾ ആഗ്രഹിക്കാത്ത പ്രേമബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടും. എന്ന് വെച്ചാൽ ചിലതിനെയൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് തോന്നുന്നു, അയ്യോ ഇത് എങ്ങനെ ഇതിനെ
തിരഞ്ഞെടുത്തു എന്ന് നമ്മൾക്ക് തോന്നിപ്പോകും. എന്ന് വെച്ചാൽ ഒരു ചർച്ചയും ഇല്ലാത്തവനെ തിരഞ്ഞെടുക്കും. അങ്ങനെ എന്ന് വെച്ചാൽ നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ചുമ്മാ നടക്കുന്ന ഒരാളെയൊക്കെ ആയിരിക്കും കയറി പ്രേമിക്കുന്നത്. എന്നിട്ട് എത്ര പറഞ്ഞാലും ഇത് വിട്ടു വരത്തില്ല. ഇങ്ങനെയുള്ളതൊക്കെ എന്താണ്, ചില കൈവിഷയങ്ങൾ ഉള്ളിൽ ചെന്നിട്ടുണ്ടാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ചിലർ പറയും ഇങ്ങനെയൊന്നുമില്ല, അതും പിശാചിനൊരു തന്ത്രമാണ്. കാരണം എന്താണ്, അവനെ വെളിപ്പെടുത്താത്ത വണ്ണം അവനെ മറച്ചു കളയുന്നതും ഒരു പൈശാചിക തന്ത്രമാണ്. അത് ചിലപ്പം വെളിച്ചദൂതൻ്റെ വേഷത്തിലായിരിക്കും വരുന്നത് എന്ന് വെച്ചാൽ ഒരു ദൈവ പൈതലിനെ അതൊന്നും ഏക്കത്തില്ല. അങ്ങനെയൊന്നുമില്ല. നമ്മൾ അഭിഷേകത്തിൻ്റെ പുഷ്ടി ഇല്ല എങ്കിൽ എന്ത് ചെയ്യും, ഇതൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്യും. ഇനി ആ പുഷ്ടി നിമിത്തം അത് തകർന്നു പോകണമെങ്കിൽ അഭിഷേകത്തിൻ്റെ പുഷ്ടി നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യണം, ദൈവവചനം ക്രിയ ചെയ്യുകയും വേണം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്, നമ്മൾ ഒരിക്കലും വ്യക്തികളെ ടാർഗറ്റ് ചെയ്യരുത്. വ്യക്തികളല്ല നമ്മളുടെ ടാർഗറ്റ്, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. പിന്നെ എന്താണ്, എപ്പോഴും ചിരിച്ചു കൊണ്ടുവരുന്നവർ, എത്രയോ ദേവദാസന്മാർ എന്നോട് ആലോചന പറഞ്ഞിട്ടുണ്ട്, ചിരിച്ചു കാണിക്കുന്നവരെ ഒന്നും വിശ്വസിക്കരുത്. ഒരു പ്രാവശ്യം ഞാനൊരു സ്ഥലത്ത് താമസിക്കായിരുന്നു, ജോലിയോടനുബന്ധിച്ചും ഒരു സ്ഥലത്ത് താമസിക്കായിരുന്നു. ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഒരു ആൻറ്റി, ഒരു പാസ്റ്ററിൻ്റെ ഭാര്യയാണ്, ഓക്കെ. ഈ ഭാര്യ എപ്പോഴും എൻ്റെ അടുത്ത് വരും. പെട്ടെന്നാണ് ഇവരെപ്പോഴും വരും, വൈകുന്നേരം വന്ന് ഇവരെപ്പോഴും പറയും. എന്നിട്ട് എന്നോട് പറയും, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഇത്രയും വലിയ വീടൊന്നും വേണ്ട, കാരണം ആ സ്ഥലത്ത് ആ ഒരു വീടേ കിട്ടാനുള്ളൂ, ഇത്രയും വലിയ വീടൊന്നും വേണ്ട എന്നൊക്കെ പറയും. കാരണം പാസ്റ്ററുടെ ഭാര്യയാണല്ലോ. ഞാനത് വിശ്വസിക്കുന്നിട്ട് ഇവർ അതും ഇതും കൊണ്ടുത്തരുന്നു, ഭക്ഷണം കഴിക്കാൻ കൊണ്ടുത്തരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യും. പക്ഷേ ഒരു ദേവദാസൻ എന്നോട് വിളിച്ചിട്ട് ആലോചന പറഞ്ഞു, ചിരിച്ചുകൊണ്ട് വരുന്ന ഈ ആൻറ്റി മാത്രമേ അവിടെ വരത്തുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ ഓണർ അമ്മച്ചിയൊക്കെ വല്ലപ്പോഴും ഇറങ്ങി വരും, അതൊക്കെ ഒരു നോർമലാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഒരു വക നമ്മളെ ഇങ്ങനെ ഈ അട്ടക്കി പിടിക്കുന്നത് പോലെ തന്നെ, അട്ട ഇങ്ങനെ നമ്മളെ പിടിക്കുകയില്ലേ എന്ന് പറയുന്നത് പോലെയായിരുന്നു ഈ ആൻറ്റി, ഓക്കെ. അപ്പോൾ ഇവർ വന്ന് ഇങ്ങനെ ഭയങ്കര ഒലിപ്പിലായിരുന്നു. അപ്പോൾ അത് തന്നെ ഈ ദേവദാസൻ എന്നോട് ആലോചന പറഞ്ഞു, ചിരിച്ചുകൊണ്ട് വരുന്നവരെ വിശ്വസിക്കരുതെന്ന് എന്നോട് ഇദ്ദേഹം ആലോചന പറഞ്ഞു. ഈ പുള്ളി ആരാണ്, ഈ പുള്ളിക്കാരത്തി ആരാണ്, ഒരു പാസ്റ്ററുടെ വൈഫാണ് കേട്ടോ. ഇവരെന്തിനാണ് അങ്ങനെ വന്നതെന്നറിയാമോ? ഇവർ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു, ഈ വീട്ടിൽ പിന്നെ ഒറ്റയ്ക്ക് എന്തിനാണ് താമസിക്കുന്നത്, ഒറ്റയ്ക്ക് താമസിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പല കഥകളൊക്കെ എന്നോട് പറയും. എന്തിനായിരുന്നെന്നറിയാമോ? ഇവരുടെ മക്കൾ വിദേശത്തുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവരോട് പറഞ്ഞു, മറ്റൊരു സ്ഥലവും കൂടി നോക്ക്, നമുക്ക് മേടിക്കാം. അപ്പോൾ ഞാൻ താമസിക്കുന്ന ആ വീട് ഒരു കൊച്ചു മനോഹരമായ വീടും കുറച്ച് സ്ഥലമൊക്കെ അതിന് ചുറ്റുമുണ്ട്, ഓക്കെ. അപ്പോൾ ഇവർക്കിത് മേടിക്കണം. അപ്പോൾ അവിടെ വാടകയ്ക്ക് ആളുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും, ഇവർ വിൽക്കത്തില്ല, ഇതിൻ്റെ ഓണർ വിൽക്കത്തില്ല, അത് ഒഴിഞ്ഞു കിടന്നാലേ ഇത് വിൽക്കത്തുള്ളൂ. അവരത് കൊടുക്കാൻ തന്നെ ഒത്തിരി പാടുപെട്ട്. കാരണം ഈ അമ്മച്ചി അവിടെ ഇരുന്ന് എതിർ പ്രാർത്ഥന പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് ഇവർ ഇങ്ങനത്തെ പറയുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഇത് ഞങ്ങൾക്ക് കിട്ടണം. എന്നിട്ട് ഇവർക്ക് ഒരു കാരണവശാലും എന്ത് കിട്ടുന്നില്ല, ഇതിന് വാടകയ്ക്ക് ആളെ ഒന്നും ഇവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ചെല്ലുന്നത്. പക്ഷെ അതിനകത്ത് ചെന്നത് എനിക്ക് മനസ്സിലായി, ഈ വീടിന് അവകാശം വെച്ച് ആരോ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ പാസ്റ്ററുടെ ഭാര്യയാണെന്ന് ഞാൻ ഈ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ച് വേറെ ആരെങ്കിലും ആയിരിക്കും. എന്നിട്ട് ഞാൻ അവിടെയുള്ള അമ്മച്ചോട് പറയുകയും ചെയ്തു, ഇതിനെ അവകാശം വെച്ച് ആരോ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ ഇവരോട് പറയുകയും ചെയ്തു, ഓക്കെ. എനിവേ എന്തായാലും ഞാൻ എന്നിട്ട് അതിനകത്ത് പ്രാർത്ഥിച്ചു, ദൈവമേ ഇവരുടെ അവകാശമാണ്, ആ കുടുംബത്തിൻ്റെ അവകാശമാണ്, ഇത് വേറൊരു വ്യക്തി ഇതിന്മേൽ അവകാശം പറയരുത് കർത്താവേ, അങ്ങയുടെ ഹിതമല്ലാത്തതൊന്നും ഇവിടെ സംഭവിക്കരുത്, ഞാൻ വന്ന് താമസിച്ചിട്ട് ഈ വീടും ഇവർക്കൊരു അനുഗ്രഹമാകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, ഓക്കെ. ഇനി എന്തായാലും അവിടുന്ന് പോകുന്നതിന് മുൻപേ തന്നെ ഈ പുള്ളിക്കാരത്തേക്ക് ഇത് മേടിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നെന്നും ഈ ഹൗസ് ഓണറുടെ വായിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി. കാരണം ഇവർ കുറേ ഇവരുടെ പുറകെ നടന്നു, ഇത് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചോട്ട് കുറേ പുറകെ നടന്നു എന്നും പറഞ്ഞു, ഓക്കെ. അതുകൊണ്ട് രണ്ട് കൂട്ടർക്ക് മനസ്സിലായി ആരാണെന്നും. എന്തായാലും അവർക്ക് ഇവരോട് ദേഷ്യമൊന്നും തോന്നിയില്ല, ഇവർക്ക് അവരോടും ദേഷ്യമില്ല. എനിവേ ആ വിഷയം അവിടെ കൊണ്ട് സോൾവ് ആയി. കൂടുതൽ അതിന് ഡെക്കറേഷൻ ഒന്നും കൊടുക്കാതെ എൻ്റെ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നവരൊന്നും ആയിരിക്കില്ല ദോഷമായിട്ട് ചെയ്യുന്നത്, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉണർന്നിരിക്കുക, നമ്മൾക്ക് പോരാട്ടം പൈശാചിക മണ്ഡലങ്ങളോട് മാത്രമാണെന്ന് തിരിച്ചറിയുക, നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവഹിതമല്ലാത്തത് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നു, ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതുപോലെ തന്നെ ചില വീടുകൾ നമ്മൾക്ക് വിൽക്കുവാൻ പറ്റുന്നില്ല, അതുപോലെയൊക്കെയുള്ള പലതും ഉണ്ടെങ്കിൽ ഓർക്കുക, കണ്ണുകടിയുള്ളവൻ എന്ത് ചെയ്യും, അതിനെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും. ചിലർ അറ്റകൈ പ്രയോഗങ്ങൾ നടത്തും, മന്ത്രവാദം കൂടോത്രം ചെയ്യും എന്നിവർ ഈ കൈവിഷം കൊടുക്കും, അങ്ങനെയുള്ള പലതും അറ്റകൈ പ്രയോഗങ്ങളൊക്കെ നടത്തും. ചിലർ എതിർ പ്രാർത്ഥന പിടിച്ചു വെച്ച് എതിർ പ്രാർത്ഥന നടത്തും. അതും ക്രിസ്ത്യാനികൾ മാത്രമായിരിക്കണമെന്നില്ല, വേറെയുള്ളവർ അവരുടെ ഇതിൻ്റെ അകത്തൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. ക്രിസ്ത്യാനികളും എതിർ പ്രാർത്ഥന നടത്തും, എന്താ പറയുക, ബന്ധവസ്തുകാരും എതിർ പ്രാർത്ഥന നടത്തും. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ മുൻപേ ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനലിൻ്റെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വ്യക്തമാകും, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയുക. മറ്റുള്ളവർ കുറേ പേര് വന്നിട്ട് അതിലൊന്നും വിശ്വസിക്കേണ്ട, അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അവനോട് ഓക്കെ നീ വിശ്വസിക്കണ്ട, നീ നിൻ്റെ പാട് നോക്കിപ്പോവും, ഞാനിത് വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മേൽ ജയമുണ്ടാകും. അതാണ് മെയിൻ പോയിന്റ്. എന്തിനാണ് ഇത് നമ്മൾ പറയുന്നത്? നിങ്ങളെ പേടിപ്പിക്കാനാണോ? അല്ല. നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നാനാണോ? ഒന്നിനുമല്ല പറയുന്നത്. എന്തിനാണ് പറയുന്നത്? ഈ പൈശാചിക മണ്ഡലത്തെ നമ്മൾ ജയിക്കണം, ഇതിൻ്റെ തന്ത്രത്തെ നമ്മൾ അറിയണം, ഇതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ.
ജീവിതം. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന മേഖലകളിലൊക്കെ എന്തെങ്കിലും വിഷയങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? വേറെ ഒന്നിനും ഓടണ്ട, ആരാണെന്നൊന്നും അന്വേഷിക്കാൻ പോകണ്ട, വ്യക്തികളെ അന്വേഷിക്കാൻ പോകണ്ട, ഒന്നിനും പോകണ്ട. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക, ഫാസ്റ്റിംഗ് ഇരിക്കുക, പ്രാർത്ഥിക്കുക, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുവാനായിട്ട് പരിശ്രമിക്കുക. എന്നിട്ട് അഭിഷേകത്തിൻ്റെ ആ ഒരു പുഷ്ടി വന്നു കഴിയുമ്പോൾ ഇതൊക്കെ തകർന്നു മാറി നമ്മൾ നല്ല പൊന്നുപോലെ പുറത്തു വരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ പുറത്തു വരണം. സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്, ഒത്തിരി പേരുടെ വിഷയങ്ങളും എൻ്റെ ആ ഒരു വീഡിയോയുടെ അടിയിൽ ഒത്തിരി പേരുടെ വിഷയങ്ങൾ കണ്ടു. എനിക്ക് സത്യത്തിൽ സങ്കടം വന്നുപോയി. ഞാൻ വിചാരിച്ചു, ദൈവമേ, അവരുടെയൊക്കെ അടുത്തുണ്ടായിരുന്നവർ അവിടെയൊക്കെ പോയി ഒരു ഫാസ്റ്റിംഗ് ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ തന്നെ ഇരുന്ന് എന്ത് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇത് ഒന്നും കൂടെ ഈ വീഡിയോ ചെയ്യുവാനായിട്ട് ഇടയായത്. നിങ്ങൾ പുറത്തു വരണം, ഇതിൽ നിന്ന് പുറത്തു വരണം. നമ്മൾ അതിനകത്ത് കിടന്ന് കൈയും കാലിട്ട് അടിക്കാനും കുറേ പേർ എൻ്റെ നമ്പർ ചോദിച്ചു. എനിക്ക് പബ്ലിക്കായിട്ടുള്ള ഇവിടെ എൻ്റെ നമ്പർ ഇടാൻ പറ്റത്തില്ല, കാരണം ആത്മീയരും അനാത്മീയരും ഒക്കെ ഇത് കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാനൊരു പെൺകുട്ടിയാണല്ലോ, അതുകൊണ്ടാണ് എനിക്ക് നമ്പർ പബ്ലിക്കായിട്ട് എനിക്ക് ഇടാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നമ്പർ തരാത്തത്. അതും നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ വിടുതൽ ഏറ്റെടുക്കണം. നമ്മൾ ഇതിൽ നിന്ന് പുറത്തു വരണം. കുറേ പേര് കുടുംബജീവിതത്തിൻ്റെ തകർച്ചകൾ എഴുതിയിട്ടുണ്ട്, മക്കളുടെ തകർച്ചകൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് പുറത്തു വരണം. എങ്ങനെ പുറത്തു വരണം? നമ്മൾ ഫാസ്റ്റിംഗ് ഇരിക്കുക. ഇത് ചെറിയ വിഷയമല്ല, അതുകൊണ്ട് ഫാസ്റ്റിംഗ് ഇരിക്കുക. ഫാസ്റ്റിംഗ് ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 2-3 ദിവസമൊക്കെ നമ്മൾ ഫാസ്റ്റിംഗ് ഇരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഫാസ്റ്റിംഗ് ഇരിക്കും. ഫാസ്റ്റിംഗ് ഇരുന്ന് വചനമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ലവനും. പിന്നെ എന്താണ് നമ്പേഴ്സ് 23 എന്താണ്? ആവിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിധി ഇസ്രായേലിന് ഫലിക്കുകയില്ല. ഓക്കെ, ഈ വചനങ്ങളൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു. വചനത്തെ ഞാൻ റിലീസ് ചെയ്യുന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇനി കൈവിഷമുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ വെള്ളം പ്രാർത്ഥിച്ച് കുടിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ തന്നെ സ്ട്രഗിൾ ചെയ്ത് വില മുടക്കി ഇതിനകത്തുനിന്ന് നമ്മൾ പുറത്തു വരുവാൻ നമ്മൾ ശ്രമിക്കുക. കാരണം നമ്മൾക്ക് വിടുതൽ വേണം. നമ്മൾ അതിൽ കുടുങ്ങി കിടക്കുവാനല്ല, നമ്മൾക്ക് വിടുതൽ വേണം. നമ്മൾ ഇങ്ങനെ എന്താ പറയുക, നിരങ്ങാനല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ രണ്ടാമതും കൂടെ ചെയ്തത്. അതുകൊണ്ട് നിങ്ങളിത് നിസ്സാരമാക്കാതെ നമ്മൾ പുറത്തു വരുവാൻ ശ്രമിക്കുക. ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.